വീട്ടിലേക്ക് പോവാം, ഇതൊന്നും നമുക്ക് ശരിയാവില്ല, വീട്ടിൽ പോവാം. പിന്നെ എനിക്ക് വീട്ടിലേക്ക് ചെന്നാൽ അപ്പൻ്റെ നിന്ന് അടി കിട്ടും, നല്ല വീക്ക് അപ്പൻ്റെ നിന്ന് കിട്ടും. അപ്പോൾ ഏതായാലും ഇറങ്ങിയതല്ലേന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തു. ഇനി പിന്നെ പേടിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല, ഒന്നിനെയും പേടിച്ചിട്ട് കാര്യമില്ല. അപ്പം അന്ന് ആ ഒരു തീരുമാനം, അന്ന് അവിടെ ഇരുന്ന ആ രാത്രി കൊണ്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു കാലടി ബിനു എന്ന് പറഞ്ഞ ഒരു ആനക്കാരൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കല്ലെടുത്ത് തന്നതും ഒരു ചകിരി എടുത്ത് തന്നതും ഒരു ആനയെ കുളിപ്പിക്കണത്, ഞാൻ ശരിക്ക് ആനയെ തൊടണത്, കുളിപ്പിക്കണത്, ആനയുടെ പുറത്ത് കയറിയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് ആ മാധവൻ ചേട്ടനാണ്. മാധവൻ ചേട്ടൻ എന്തായാലും ഞാൻ ആ ഒരു സമയത്ത് വന്നപ്പോൾ ചേട്ടൻ എന്നെ കൂടെ നിർത്താൻ തോന്നി. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് ആനകളെ കഴിച്ച് കിട്ടി, ഒരു ആനക്കാരൻ്റെ ലെവലിലേക്ക് വന്നു. ഇപ്പോഴും ആന കയറിക്കൊണ്ടിരിക്കുകയാണ്. മാധവൻ ചേട്ടന് വലിയൊരു നന്ദി പറയുകയാണ്, അന്ന് എന്നെ കൂടെ നിർത്താൻ തോന്നിയത് കൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ അവിടുന്ന് മാധവൻ ചേട്ടൻ്റെ കൂടെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞതിന് ശേഷം തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിന് വന്ന സമയത്ത് ഞങ്ങൾ 4 ആളുണ്ടല്ലോ മൊത്തം. അപ്പോൾ ഞാനതിൽ അവിടെ ഒരു അധികപ്പറ്റല്ലേ, ശരിക്കും 3 ആൾ, അന്നത്തെ കാലത്തൊക്കെ 2 ആൾ 3 ആളിൽ കൂടുതലൊന്നും ആനകൾക്ക് നിർത്തൂല. പൈസയൊന്നുമില്ല, എന്നാലും നമ്മൾ നിന്നായിരുന്നു. അത് കഴിഞ്ഞ്